Hello everyone, this is Fatma Shakir from Team Wow. So today എൻ്റെ കൂടെ വന്നിട്ടുള്ളത് സന റോസ് എന്ന് പറഞ്ഞൊരു ഓഥറാണ് of 2 novels and also a published poet. Apart from being a writer, അവരൊരു ഹോമിയോപ്പതിക് ഡോക്ടറും കൂടെയാണ്. സോ നമുക്ക് സനയോട് ചോദിക്കാം എങ്ങനെയാണ് സന ഈ ഒരു ഫീൽഡിലേക്ക് വന്നതും സനൻ്റെ ജേർണി ആൻഡ് ഹൗ ഡിഡ് ഷീ ഗെറ്റ് പബ്ലിഷ്ഡ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ സന, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു മലയാളം സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിലാണല്ലോ, ടോട്ടലി മലയാളം യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളൊരു ഇംഗ്ലീഷ് നോവലിലേക്ക് ആ ഒരു ഐഡിയ, ഹൗ ഡിഡ് ദാറ്റ് occur to you? ആൻഡ് ഒരു ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുമ്പോൾ യു സി ലാംഗ്വേജ് ഹാസ് എ ലോട്ട് ടു ഡു വിത്ത് കൾച്ചർ അതിലൊരു മേജർ എലമെൻ്റായി വരും. സോ ഈ കൾച്ചറൽ എന്താ പറയുക എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ലാംഗ്വേജിലും നിങ്ങളുടെ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തത്? ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ് ആക്ച്വലി? The first thing is telling the story you want to tell. അപ്പോൾ നമുക്ക് എഴുതാൻ ആഗ്രഹമുള്ള കഥ പറയുമ്പോൾ the language, culture and everything takes a back seat. or rather it comes after that. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള കഥ എന്തിനെ കുറിച്ചാണ്, I focused on that. And then comes the thing that ഇതൊരു ഫാക്ടർ തന്നെയാണ്. I was exposed to English books and literature even before I was exposed to our culture. അപ്പോൾ അത് ആദ്യം വരുന്നത് എൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻ്റാണ്. സോ ഐ യൂസ് ടു റീഡ് ഇംഗ്ലീഷ് ബുക്സ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് വെൻ ഐ വാസ് എ സ്മോൾ ചൈൽഡ്. അപ്പോൾ അന്ന് തൊട്ട് ആസ് ഐ ഗ്രൂ അപ്പ് ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള എക്സ്പോഷർ ഇറ്റ് വാസ് ഹൈ. പിന്നെ കൾച്ചർ ആൻഡ് നമ്മൾ എന്താണോ എക്സ്പോസ്ഡ് ആവുന്നത് ദാറ്റ് ഈസ് വാട്ട് ഷേപ്സ് അസ് മോൾഡ്സ് അസ്. അപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ് ഇറ്റ് കെയിം ഇൻ ഇംഗ്ലീഷ് ഫസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലാംഗ്വേജ് തിരഞ്ഞെടുത്തത്. ബട്ട് ഇഫ് ഐ ഹാഡ് ബീൻ ഈക്വലി എക്സ്പോസ്ഡ് ടു മലയാളം ലിറ്ററേച്ചർ അങ്ങനത്തതാണെങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് റിട്ടേൺ ഇൻ ദാറ്റ് ലാംഗ്വേജ്. സോ മൈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ നിങ്ങൾ റൈറ്റിംഗ് ഇംഗ്ലീഷാണെന്ന് എടുത്തല്ലോ, ലാംഗ്വേജ് ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തു, ബട്ട് സ്റ്റിൽ ഒരു കൾച്ചറൽ എലമെൻ്റ് അതിൽ വരില്ലേ? കാരണം ഒരു വെസ്റ്റേൺ സൊസൈറ്റി അപ്രൂവ് ചെയ്യുന്ന പലതും നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല, നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ലൈക്ക് ഒരു ഡിലേം, ഒരു കൺഫ്യൂഷൻ, ഐ ഡോണ്ട് നോ ദാറ്റ്സ് എ റൈറ്റ് വേർഡ് ഓർ നോട്ട്, ബട്ട് ഒരു ഡിലേം ഉണ്ടാവുമല്ലോ എന്താ ലാംഗ്വേജും കൾച്ചറും. ഹൗ ഡിഡ് യു ടേക്ക് ദാറ്റ് ബോത്ത് ഇൻ ഹാൻഡ്? ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, like always, I focus on the story. What I want to tell, what I want to put before my readers. ഇപ്പോൾ എൻ്റെ റീഡേഴ്സിന് എന്തിനെ കുറിച്ചാണ് വായിക്കുന്നത്? ബിക്കോസ് വാട്ട് എവർ തിങ് വി റൈറ്റ് അബൌട്ട് ദർ ഈസ് സംതിങ് യൂണിവേഴ്സൽ അബൌട്ട് ഇറ്റ്. ഹ്യൂമൻ ഇമോഷൻസ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും സിമിലറായിട്ട് കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ എ ഹ്യൂജ് പാർട്ട് ഓഫ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. അപ്പോൾ അതിൽ വെച്ചിട്ടിപ്പം ബട്ട് ഈവൻ ഇഫ് ഇപ്പോൾ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും എ വർക്ക് ഓഫ് ആർട്ട് ട്രാൻസെൻഡ്സ് ഓൾ ദാറ്റ്. ഇപ്പം ബുക്സ് ആയാലും ഇന്ത്യൻ ഓതേഴ്സിനെ വായിക്കുന്ന വെസ്റ്റേൺ റീഡേഴ്സ് ഒരുപാടുണ്ട്. ദേ റിയലി അഡ്മയർ എ ലോട്ട് ഓഫ് ഇന്ത്യൻ ഓതേഴ്സ്. അതുപോലെ തിരിച്ച് ഓഫ് കോഴ്സ് വി ആർ എക്സ്പോസ്ഡ് ടു വെസ്റ്റേൺ ലിറ്ററേച്ചർ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. പിന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രോയിങ് ഫീൽഡ്, ഇറ്റ്സ് എ വർക്ക് ഇൻ പ്രോഗ്രസ്. ഇപ്പോൾ അത് എക്സ്പെരിമെൻ്റലായിട്ട് വരുന്നുണ്ട്, എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഒക്കറിങ് വിതിൻ ദാറ്റ് സ്ഫിയർ. അപ്പോൾ റീജിയണൽ ലാംഗ്വേജസ് തന്നെ റിച്ച് ആയിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, ഇപ്പോൾ ഇഫ് വി കൺസിഡർ കേരള, വി ഹാവ് എ റിച്ച് ലിറ്ററേച്ചർ ഇൻ മലയാളം. അപ്പോൾ മലയാളം റീഡേഴ്സ് ദേ ഡോണ്ട് ഹാവ് ടു ലുക്ക് ഫോർ മോർ ലിറ്ററേച്ചർ ലിറ്റററി വർക്ക്സ് അവരുടെ ഭാഷ വിട്ടിട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ഇവിടെ ഗ്രോ ചെയ്യാൻ വളരാൻ കുറച്ചൊരു സമയമെടുത്തത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഡസൻറ്റ് മീൻ വി ആർ കൺഫൈൻഡ് ടു ദിസ് കൾച്ചർ വെൻ വി റൈറ്റ്. അപ്പോൾ എഴുതുമ്പോൾ ഇറ്റ്സ് ഫോർ the world. Okay, that's nice. Write is for the world. Okay, so moving on to the second question. പറഞ്ഞല്ലോ that you were exposed to English at an early age. ചെറുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷ് എന്നുള്ളൊരു ലാംഗ്വേജിലോട്ട് എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് ലാംഗ്വേജ് പെട്ടെന്ന് ഈസിയർ ആയതെന്നുള്ളത്. സോ നമ്മുടെ നാട്ടിൽ ഒന്നെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സംവെയർ ഓഫ് ദി ടൈം ലൈക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഫോറിൻ എലമെൻറ്റ് വരും. ലൈക്ക് ഒന്നെങ്കിൽ അബ്രോഡ് ജനിച്ചതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും പഠിച്ചത്, അല്ലെങ്കിൽ അവർ പഠിച്ച സ്കൂളിൽ വേറെ ഏതെങ്കിലും ഒരു സിലബസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സംതിങ് ഓർ ദി അതർ വുഡ് ബി ഡിഫറെൻറ്റ്.
ബട്ട് ഒരു വെരി മീഡിയോക്കർ ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ, ഒരു കോമൺ മാൻ, അങ്ങനെ ഒരാൾക്ക്, ഒരു കോമൺ മാനിന് കേരളത്തിൽ തന്നെ ജനിച്ചു, ഒരു കേരളൈറ്റ് കൾച്ചറിൽ തന്നെ വളർന്നു, ആ ഒരു ഇതിൽ തന്നെ ബ്രോട്ടപ്പായി. അപ്പോൾ അവരങ്ങനെ ബിഗിനേഴ്സ് ഓഫ് ദി ലാംഗ്വേജ്, അവർക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു എന്താ പറയുക ഫസ്റ്റ് ടിപ്പ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ എന്താ പറയുക ഈസിയസ്റ്റ് അഡ്വൈസ് അതെന്തായിരിക്കും എല്ലാവർക്കും ഫീസിബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്നത്? ഇപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഏർലി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു സ്കില്ലാണ് ഇൻ എ ഹ്യൂമൻ ബീയിങ്. നമ്മൾ അറിയും, ചെറിയ കുട്ടികളാവുമ്പോൾ പോലും ബൈ ദ ഏജ് ഓഫ് 2 they start forming small sentences. വെരി ഫ്യൂ ചിൽഡ്രൻ ആണ് ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഡിലേ വരുന്നത് സ്പീച്ചിൽ. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ എന്താണ് എക്സ്പോസ്ഡ് ആവുന്ന ആ ഫോണിക്സ്, ദ സൗണ്ട്സ്, ദാറ്റ് ഈസ് വാട്ട് ഫോംസ് ദ റെസ്റ്റ് ഓഫ് അവർ ജേർണി ഇൻ ലേണിംഗ് എ ലാംഗ്വേജ്. അതുകൊണ്ടാണ് ഇപ്പോൾ വെസ്റ്റേണേഴ്സ് പറയുന്ന പോലെ അല്ല നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത്. ഇവിടെ എത്ര വായിക്കുന്നവരായാലും only if they have been exposed to the tone, phonics, ഇതൊക്കെ ആ ഒരു വെസ്റ്റേണേഴ്സിൻ്റെ ഇതിലേക്ക് ചെറിയ ഏജിൽ ലാംഗ്വേജ് ഫോം ചെയ്യുന്ന ഫേസിൽ എക്സ്പോസ്ഡ് ആണെങ്കിൽ മാത്രമാണ് അതുപോലത്തെ ആക്സെൻറ്റ് വരുന്നത്. ബട്ട് അതർവൈസ് അവർ മദർ ടങ് ഹെവിലി ഇൻഫ്ലുവൻസസ് അവർ ലാംഗ്വേജ്. പിന്നെ അതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇറ്റ്സ് റിയലി എ പ്രോസസ്. We have to constantly expose ourselves to language and ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എങ്ങനെയാണ് അത് നമ്മൾ എങ്ങനെ പറയണം എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ പറയുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ബി ഇറ്റ് മൂവീസ് ഒരു നല്ലൊരു സോഴ്സാണ് ലാംഗ്വേജ് കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ. ബിക്കോസ് ദേ ആർ ഫ്രം നേറ്റീവ് ലാംഗ്വേജ് സ്പീക്കേഴ്സിൻ്റെ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് വരുന്ന മൂവീസ് ആകുമ്പോൾ ഓഫ് കോഴ്സ് ദേ വിൽ ഹാവ് ദ ആക്സെൻറ്റ് റൈറ്റ്. അപ്പോൾ അത് കേട്ട് സബ് ടൈറ്റിൽസ് ഇല്ലാതെ കാണണമെന്ന് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ സബ് ടൈറ്റിൽ ഉണ്ടാകുമ്പോൾ വി പ്രിഫർ ടു റീഡ് ഇറ്റ്, ബട്ട് അതെ, വെൻ ദർ ഈസ് നോ സബ് ടൈറ്റിൽ വി ലിസൺ ക്ലോസ്ലി. ആൻഡ് ലിസണിങ്, അതാണ് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഫസ്റ്റ്, അത് ഏത് ഏജിലായാലും. സോ ഇറ്റ് ക്യാൻ ഗെറ്റ് ബെറ്റർ. ബട്ട് ലിസണിങ് പറഞ്ഞത് ദാറ്റ്സ് വെരി എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ നോട്ട് എവ്രിബഡി, എല്ലാവരും ആ ഒരു എന്താ പറയുക ഇംഗ്ലീഷ് മൂവീസ് എന്നുള്ളൊരു സംഭവത്തിന് അങ്ങോട്ട് എക്സെപ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക ഇനിയും ഒരുപാട് പോകാനുണ്ട് എക്സെപ്റ്റ് ചെയ്യാനൊക്കെ. സോ അതല്ലാതെ എല്ലാവർക്കും കൂടെ കുറച്ചും കൂടെ ഫീസിബിളായിട്ട് എല്ലാവർക്കും പ്രാപ്യമായ ഒരു രീതി ഓഫ് ലേണിങ് എ ലാംഗ്വേജ് ഒന്ന് ഇപ്പോൾ നമ്മളെന്തായാലും പറയാൻ വിട്ടു പിടിക്കാൻ പറ്റാത്തൊരു കാര്യം റീഡിങ് ആണ്. അതായത് ലാംഗ്വേജ് വി ഹാവ് ടു റീഡ്. ഒരു ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ വി ഹാവ് ടു റീഡ്. അപ്പോൾ ആ ഒരു ബെറ്റർ നേറ്റീവ് ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെതാവുമ്പോൾ വി ഗെറ്റ് ദ ഹാങ് ഓഫ് ഇറ്റ് ബെറ്റർ. അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്നുള്ള ഓതേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ലാംഗ്വേജിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി നാച്ചുറലാണ്. നമ്മളുടെ ഇന്ത്യൻ ഓതേഴ്സിനെ വായിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ചൂസ് വെരി കെയർഫുള്ളി. ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വായിക്കുന്നതെങ്കിൽ വി ഹാവ് ടു ബി വെരി ചൂസി അബൌട്ട് ഇറ്റ്. പിന്നെ ലാംഗ്വേജ് യൂസ് ചെയ്യുക, വി ഹാവ് ടു യൂസ് വാട്ട് വി ഹാവ് ലേൺഡ്. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് നല്ലോണം അറിയാം, എനിക്ക് എഴുതാനറിയാം, ആവശ്യമുള്ളപ്പോൾ പറയാനറിയാം, ബട്ട് സംടൈംസ് ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഓൺലി ഇഫ് വി കോൺസ്റ്റൻ്റ്ലി പ്രാക്ടീസ് ഇറ്റ്, ഇറ്റ്സ് ലൈക്ക് എ മസിൽ. അത് വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈവൻ റൈറ്റിംഗ് ഇസ് ലൈക്ക് ദാറ്റ്. അത് നമ്മൾ കോൺസ്റ്റൻ്റ്ലി കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അത് ഡെവലപ്പ് ആവുന്നു. ഇപ്പോൾ എൻ്റെ ആക്സെൻറ്റ് ഇറ്റ്സ് നോട്ട് റിയലി വെസ്റ്റേൺ ഓർ പെർഫെക്റ്റ്, ബട്ട് ഐ നോ ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് a lot. ഇപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞിരുന്ന പോലെ അല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ഓവർ ടൈം ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ. ആൻഡ് വൺ ഓഫ് ദ മേജർ ചേഞ്ചസ് ഇസ് ഐ ഹാവ് ബീൻ യൂസിങ് ഇറ്റ് മോർ. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്താണ്, വി ഹാവ് ടു യൂസ് ഇറ്റ്, വി ഹാവ് ടു ടോക്ക് ടു പീപ്പിൾ ഹൂ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദിസ് കംസ് നാച്ചുറലി. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ബോഡിയിൽ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എന്തൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടോ, വാട്ട് എവർ സ്കിൽ, എന്ത് കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണല്ലോ പെർഫെക്റ്റ് ആവുന്നത്. ലാംഗ്വേജ് ഈസ് നോട്ട് ഡിഫറെൻറ്റ്. സോ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ആദ്യമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പഠിക്കുന്നത്, ഇഫ് ദേ ആർ whatever they are going to focus on, whether it's writing or talking, just speaking ആണ്, അല്ലെങ്കിൽ അത്
ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫോർ കമ്മ്യൂണിക്കേഷൻ അറ്റ് ജോബ്. അതൊരു പ്രീ റെക്വിസിറ്റ് ആയി മാറി. സോ വി ഹാവ് ടു റിയലി expose ourselves to it and get rid of anything that hampers the confidence. നമ്മുടെ ഇവിടെ അത് വളരെ, കാരണം എന്താ പറയുക, സംസാരിച്ച് തുടങ്ങുന്ന ഒരാളാണെങ്കിലും അയാളെ പിറകോട്ട് വലിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകും. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എന്താ പറയുക, പലതരം കളിയാക്കലും പരിഹാസങ്ങളൊക്കെ. അത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കൂടുതലുള്ളൊരു ഇതാണ്. അത് എന്താന്ന് വെച്ചാൽ മലയാളം സംസാരിക്കുന്നോണ്ട് കുഴപ്പമില്ല, ഇറ്റ്സ് അവർ മദർ ടങ്, ഇറ്റ്സ് ഫൈൻ. അത് ഇംഗ്ലീഷ് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ട് മലയാളത്തിനോടുള്ള സ്നേഹം കുറയുക അല്ലെങ്കിൽ നമ്മുടെ നാടിനോട് ഉള്ള സ്നേഹം അതൊന്നും. ഒരു മാതൃഭാഷ ഫീലിംഗ് പുറമെ ഇംഗ്ലീഷ് ഇപ്പോൾ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് നിലനിൽക്ക് ആവശ്യമാണ്, നെസസിറ്റി ആയി മാറിയിട്ടുണ്ട്, പഠിക്കൽ അനിവാര്യമാണ്. അപ്പോൾ പക്ഷേ അത് സംസാരിച്ച് തുടങ്ങണമെങ്കിൽ എന്താ പറയുക, അത് പഠിച്ചു തുടങ്ങണേ അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് ഫ്ലൂവൻ്റ് ആയിട്ട് കോൺഫിഡൻസോടെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ സംസാരിച്ച് ഇതാവണം, ആ ഫീൽഡിലേക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ബട്ട് അതിനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കോപ്പ് ജനറലി ഭയങ്കര കമ്മിയായിട്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ there is a lot of change going on. നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലാംഗ്വേജ് ആണത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മലയാളികൾ മാത്രമല്ല അതിലുള്ളത്, ഒബ്വിയസ്ലി. സോ who we surround ourselves with matters a lot. ഇപ്പോൾ ഞാൻ ഈ മലയാളം മാത്രം പറയുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ലിമിറ്റ് മീ. അതേസമയം വെൻ ഐ സ്റ്റാർട്ട് ടു സ്പ്രെഡ് ഔട്ട്, ഞാൻ ആസ് എ പേഴ്സൺ വെൻ ഐ സ്റ്റാർട്ട് ഇൻട്രാക്ടിങ് വിത്ത് ഫോറിനേഴ്സ് അല്ലെങ്കിൽ വേറെ എൻ്റെ ഭാഷ സംസാരിക്കാത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് necessary for me to communicate in English and hence I will use it. ഇപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് സംടൈംസ് പോസിബിൾ ആൻഡ് നോട്ട് എവറിബഡി ഈസ് ഗോയിങ് ടു ക്യാച്ച് ഇറ്റ്. ബട്ട് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ don't pull them down, don't let yourself be pulled down, because this is becoming the need of the hour to speak English. It simply widens the range, the prospect. Like നമ്മളെന്ന ഒരാളെ, language is something that connects people, right? So knowing another language, a foreign language, a global language, it really widens our scope. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻഡമിക്കിൽ ഒരു എന്താ പറയുക ഗ്രേറ്റ് ഹിസ്റ്റോറിക് ഒരു ഇമ്പാക്റ്റുള്ളൊരു സംഭവമാണ് ഈ പാൻഡമിക് എന്ന് പറയുന്നത്, ഈ ഒരു മഹാമാരി. വി ആർ ഗോയിങ് ത്രൂ ദാറ്റ്. ബട്ട് ഓരോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും that change, അതിൽ എന്തെങ്കിലുമൊക്കെ that has a great effect on the writing. അതായത് വേൾഡ് ലിറ്ററേച്ചറിൽ തന്നെ ഇപ്പോൾ നമ്മൾ വേൾഡ് വാർസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യ പാക് പാർട്ടീഷൻസ്, അങ്ങനെ എന്ത് ഇഷ്യൂസ് ആണെങ്കിലും അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു സംഭവത്തിന് ഇറ്റ് ഹാസ് എന്താ പറയുക അതിനായിട്ടൊരു ബാക്കപ്പ് ജോണർ പോലൊരു സംഭവം വരുന്നു. സോ ഡു യു തിങ്ക് പാൻഡമിക് വിൽ ബി ഹാവിങ് ദ സെയിം കൈൻഡ് ഓഫ് ഇഫക്റ്റ് ഓൺ ദി ഗ്ലോബൽ ലിറ്ററേച്ചർ, അതായത് വേൾഡ് ലിറ്ററേച്ചർ ഉണ്ടാവുമോ? ആൻഡ് അതൊരു എന്താ പറയുക ഒരു സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ടോ? സ്റ്റൈൽ ഇൻ ദ സെൻസ് ഹൗ ഡിഡ് ഇറ്റ് എഫക്റ്റ്, അല്ലെങ്കിൽ ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു എഫക്റ്റ്? നമ്മൾ ആ ഒരു ഫേസിൽ തന്നെ ആയതുകൊണ്ട്. Pandemic literature is not new. It's something that has been there around for a long time. Classics ഉണ്ട് ഒരുപാട്. So pandemic എന്ന് പറയുന്നത് like every historic event, whatever actually brings a change in the world affects human mind. It's inevitable. കാരണം നമ്മളിപ്പോൾ പാൻഡമിക് ആകുമ്പോൾ ഇതിൻ്റെ കോവിഡിൻ്റെ ടൈമിൽ we experienced lockdown. We started staying inside the house. For some people it's okay. As far as I'm concerned, my life hasn't changed a lot because I spend some time in the clinic, പിന്നെ ബാക്കി ടൈം എല്ലാം വീട്ടിൽ തന്നെയാണ്. So it hasn't really affected my routine, but ക്ലോസ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് I got some extra time to be at home. But ഇതല്ലാതെ പുറം ലോകമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തും അങ്ങനെ നടക്കുന്ന ആൾക്കാർ, റിയലി എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള പീപ്പിൾക്ക് പ്രത്യേകിച്ചും ദേ ആർ സ്റ്റക്ക് ഇൻസൈഡ്. സോ ഈ പാൻഡമിക് ആൻഡ് റൈറ്റിംഗ് ഇതിൽ രണ്ട് എക്സ്ട്രീംസ് കണ്ടിട്ടുണ്ട്. ലൈക്ക് there are people who finally got the time to write that book they have been wanting to write.
But at the same time, there are people who have not been able to write anything at all because their energy comes from outside. So it totally depends on where your energy comes from. In a pandemic, writing style and difference in the there has been already a few books in the name of pandemic. അതൊക്കെ ഇറങ്ങി കഴിഞ്ഞു and it's not entered yet, so it's going to come again. ഇനി ഇതിനെക്കുറിച്ച് പിന്നീട് ഒരു കാലത്ത് ആരെങ്കിലും എഴുതുമെന്നുള്ളത് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഇറ്റ്. പിന്നെ റൈറ്റിംഗ് സ്റ്റൈൽ മേ ബി ഇറ്റ് വിൽ ഇംപ്രൂവ്. കാരണം വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും വായിക്കാനും കുറച്ചുകൂടെ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ. We are going to be a part of a great historical event. Yeah, of course. Okay, so moving on to the next question. What was the hardest part of your publication journey? അതായത് പബ്ലിഷ്ഡ് ആവുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. ഒരു പബ്ലിഷറെ കണ്ടെത്തണം. സോ അതിലൊക്കെ പല പ്രാവശ്യവും ഗിവപ്പ് ചെയ്യാൻ തോന്നിയപ്പോൾ വാട്ട് മെയ്ഡ് യു കണ്ടിന്യൂ ഇതിങ്ങനെ ഈ ഒരു ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ what actually encouraged you? സോ എൻ്റെ റൈറ്റിംഗ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബിഗാൻ when I was 13 or 14. So my first novel, 13 or 14, that's very early. Yeah, I was in 9th standard when I wrote my first novel. Of course it's not anymore. I burnt the book. I wrote in a notebook. അതെന്ത് പറ്റി? ബുക്കൊക്കെ കത്തിച്ച് കളയുന്നു. അപ്പോൾ അതിനകത്ത് കാര്യമായിട്ട് of course a few friends read it. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറിന് കൊടുത്തു. അവർ വായിച്ചിട്ട് നല്ല അഭിപ്രായം വന്നു. But I know what it was like. From where I stand now, when I look back, അതൊക്കെ ഒരു സിനിമ സീന് പോലെയൊക്കെ മനസ്സിൽ വരുന്നത്. It was ഇപ്പോൾ തിരിച്ചു പിന്നോട്ട് നോക്കുമ്പോൾ it was downright stupid. So but it's something that got grounded in me. എൻ്റെ മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഐഡിയ ആണ്. I have to be a writer എന്നുള്ളത്. So it began way before I was a doctor and anything else in my life. So first novel, Sandcastles, was it anyway similar to Sandcastles? ഈ കത്തിച്ച് കളഞ്ഞ നോവൽ? No, not at all. No, okay. First no, ഇത് ഞാൻ എഴുതുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. ഫസ്റ്റ് ഇയർ വെക്കേഷൻ്റെ സമയത്ത് എഴുതി തുടങ്ങി and almost 2 years. It took me 2 years between academics and all that. അപ്പോൾ അത് കഴിഞ്ഞ് പബ്ലിഷ് ചെയ്യാൻ അഗെയിൻ ഇറ്റ് ടുക്ക് മീ 6 years. സോ ദാറ്റ്സ് വെയർ ദ സ്റ്റോറി കംസ്. അപ്പോൾ ആ 6 വർഷത്തിൽ വാട്ട് ഐ ഡിഡ് വാസ് ഐ എഡിറ്റഡ് ഇറ്റ് എ ലോട്ട്. ദ തിങ് അബൌട്ട് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ഹ്യൂജ് കോമ്പറ്റീഷൻ ഔട്ട് ദെയർ. ഹ്യൂജ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എവറി അതർ പേഴ്സൺ ഈസ് റൈറ്റിംഗ് എ ബുക്ക് ടുഡേ. We know that the market has hundreds of books out in a month. അപ്പോൾ ഇതിൽ a few publishers, അതിൽ എത്ര വരെ ഇപ്പോൾ പബ്ലിഷേഴ്സ് എന്ന് പറയുമ്പോൾ വി ആർ എയിമിങ് അറ്റ് ട്രഡീഷണൽ പബ്ലിഷിംഗ്. ഒരു സെൽഫ് പബ്ലിഷിംഗ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അത് അല്ല, സെൽഫ് പബ്ലിഷിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഓഡിയൻസിൽ ഒരുപാട് പേര് ബുക്ക് ഉണ്ടാകും കയ്യിൽ, ലൈക്ക് അവർ എഴുതിയിട്ടുണ്ടാകും. അവർ നീഡ് നോട്ട് ബി എ നോവൽ, ബട്ട് ഇറ്റ് മൈറ്റ് ബി സംതിങ് ലൈക്ക് എ പീസ് ഓഫ് പോയിട്രി, എന്തെങ്കിലും ഒരു ഫ്രീ വേഴ്സ്. I get queries about it all the time. ഇതെന്താ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാ പുറത്തെത്തിക്കുക. ഈവൻ ഇഫ് ഇപ്പോൾ ഈ JK റോളിങ്ങിൻ്റെ ഒക്കെ പോലെ ഒരു 64 times she was rejected. അപ്പോൾ അത്രയും എന്താ പറയുക, അത്രയും റിജക്ഷൻസ് വരുമ്പോൾ ഹൗ ഡു യു ഫേസ് ദാറ്റ്? അതിനൊരു വൺ വേർഡ് ലൈക്ക് ഇസ് ദാറ്റ് എ മെഡിസിൻ? അങ്ങനെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് അബൌട്ട് വാട്ട് യു വാണ്ട് റിയലി. ഇപ്പോൾ എനിക്ക് എന്താവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13-14 വയസ്സിൽ ഞാൻ പറയാൻ പോകുന്ന ആൻസർ റൈറ്റർ എന്നാണ്. മേ ബി ഫോർ ദ സേക്ക് ഓഫ് ദ സൊസൈറ്റി, ബാക്കിയുള്ള നമ്മുടെ ഫാമിലി, അല്ലെങ്കിൽ because we want a job. So you had this thought inside you, like I should be a writer, I'm gonna be a writer. ആ ഒരു തോട്ട് ഉള്ളിൽ. എൻ്റെ തോട്ട് എന്താണ്, whatever I am going to be in my life later on, because കരിയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്യാവശ്യം കുറച്ചൊരു +2 ആ ഒരു ഏജൊക്കെ കഴിഞ്ഞിട്ടാണ് we get a fixed idea about it. അപ്പോൾ എന്തൊക്കെ ആയാലും I knew that I would always be a writer. Like എന്ത് ചെയ്യാൻ, even if I'm going to be a doctor or engineer or teacher, I would always be a writer as well. So ആ റൈറ്റർ എന്തായാലും ഞാൻ റൈറ്ററും കൂടെ ആയിരിക്കും. So you know that the major or the better part of you will be a writer, because there are very few things that have stayed in my life. നമ്മളിപ്പോൾ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരും ചെറുപ്പം മുതൽ ഒരു ഗ്രോൺ അപ്പ് ആവുന്നവരെ. There will be a lot of things that change, keep changing, coming, people come and go out of our lives. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൽ പെർസിസ്റ്റ് ചെയ്തിട്ടുള്ള
ഒരു കാര്യമുള്ളൂ. ദാറ്റ് ഈസ് റൈറ്റിംഗ്. Okay. So it was more a passion to you. So yeah, passion. And അത് പാഷൻ ആണെന്നുള്ളത് കൊണ്ടാണ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ടു ബി എ റൈറ്റർ. അപ്പോൾ കുറേ പേര് തുടങ്ങാത്തത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ഔട്ട് ചെയ്യാൻ എഴുതി വെച്ചിട്ടും ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ദേ ആർ അഫ്രൈഡ് ഓഫ് റിജക്ഷൻസ് അല്ലെങ്കിൽ ദേ ആർ അഫ്രൈഡ് ഓഫ് ജഡ്ജ്മെൻറ്റ്. സോ അതൊക്കെ മാറ്റി വെച്ചിട്ട് even if everything is going to be okay, what we need to do, tell story after story, is persistence. നിൻ്റെ ബുക്ക് നല്ലതല്ല എന്ന് ആര് പറഞ്ഞാലും നമ്മൾ വേറൊരു ബുക്ക് എഴുതണമെങ്കിൽ ദർ ഹാസ് ടു ബി പെർസിസ്റ്റൻസ്. പിന്നെ അതിൽ വരുന്ന വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. വി ആർ ഗോയിങ് ടു നീഡ് ദാറ്റ് ഇൻ പ്ലെൻറ്റി പബ്ലിഷ്ഡ് ആവണമെങ്കിൽ. ഐ തിങ്ക് ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. സോ ഫൈനൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, ഒരു ബ്ലാങ്ക് പേജ് തുറന്ന് മുന്നിലിരിക്കുകയാണ്, റൈറ്റർ ആവാൻ പാഷൻ ഉണ്ട്, നല്ലൊരു സ്റ്റോറി കയ്യിലുണ്ട്, ബട്ട് എന്ത് തുടങ്ങണം, എവിടുന്ന് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളോട് what would you say as a published poet, as an author, 2 ബുക്ക് എഴുതിയിട്ട് what would you say? എൻ്റെ ഫസ്റ്റ് അഡ്വൈസ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ യുവർ മൈൻഡ് എന്നത്. Because when we open our mind, the creative energy flows through us. And അതിൽ വരുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലുക്കിംഗ് അറൗണ്ട് അവർ സെൽസ്. ഫോർ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടല്ല, ബട്ട് ജസ്റ്റ് ബീങ് ഓപ്പൺ ടു ഓൾ പോസിബിലിറ്റീസ്. പിന്നെ വരുന്ന ഇത് ഞാൻ എപ്പോഴും ബ്ലോക്ക്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അൺഇൻസ്പയർഡ് ആകുമ്പോൾ എടുക്കുന്ന ഒരു അഡ്വൈസാണ്. It was said by many other authors before me. You cannot edit a blank page. You can edit a bad page, but That's you cannot nice. edit a blank page. So write that story out there. അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. You don't have to show it to the world. Just write it. You can always make it better, but you cannot make a blank page better. So write it. പിന്നെ ഇങ്ങനത്തെ നമുക്ക് ക്രിയേറ്റീവ് എനർജീസ് കിട്ടുന്ന ആൾക്കാരെ സറൗണ്ട് ചെയ്യുക. വി ഹാവ് ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ ഹു ആർ ഇൻ ദ സെയിം ഫീൽഡ്. വി ഹാവ് ടു ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ്. ക്രിയേറ്റീവ് വർക്ക്ഷോപ്സ് എടുക്കാം. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ടു ഡു. Literary camps joining, and because it will involve writing stuff and also exchanging for feedback. So feedback is very important. നമ്മൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ ഓണസ്റ്റായിട്ട് നമ്മളെ പുൾ ഡൗൺ ചെയ്യാത്ത മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം വി ഹാവ് ടു ഡെവലപ്പ് ഇറ്റ്. ലക്കിലി ഐ ഹാവ് ഇറ്റ് ആൻഡ് ഇറ്റ് കീപ്സ് മീ ഗോയിങ്. സോ വാട്ട് എവർ ഹാപ്പൻസ്, what we need is honest people with us, people who want us to go up. So who you surround with, adu life il endor vishayathilayalum, even if it is a creative journey. That's very philosophical. Thank you, Sana. So I think that's the end of it, and we can wrap. So I wish you and both your novels, the Sandcastles and the Storyteller, great luck. Thank you. And also thank you for spending your time with us. Thank you.